ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം. 11-ാം അധ്യായത്തിലെ ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. വിശ്വാസവീരന്മാരുടെ പട്ടികയാണ്. വളരെ ലളിതമായ ചിന്തകൾ പങ്കുവയ്ക്കാം. വിശ്വാസ വീരന്മാരുടെ പട്ടിക. അപ്പം അവിടെ 11-ാം അധ്യായത്തിൽ കാണുന്ന വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. പിന്നൊരു വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ് അവിടെ നാം കാണുന്നു. ഹാബേൽ മുതലായ വിശ്വാസ വീരരുടെ പട്ടികയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് നാം കാണുന്നു. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. എന്നിട്ട് അടുത്ത ഒരു ഘട്ടം വരികയാണ്. അത് 22 വിശ്വാസത്താൽ ജോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു. തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. 23 വിശ്വാസത്താൽ മോശയുടെ ജന്നത്തിങ്കൽ ശിശു സുന്ദരനെന്ന് കണ്ടു. വിശ്വാസത്താൽ മോശയുടെ ജന്നത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. കഴിഞ്ഞ രാത്രി നമ്മളത് ചിന്തിച്ചിരുന്നു. അതിൻ്റെ ഒരു കോണ്ടസ്റ്റ്, മക്കളെ എല്ലാം കൊല്ലണമെന്നുള്ളൊരു തീരുമാനം. പക്ഷേ എല്ലാ മക്കളെയും വേണ്ട, ആൺപിള്ളേരെ കൊന്നാൽ മതി, പെൺപിള്ളേരെ ഞങ്ങൾക്ക് വേണം. അതായിരുന്നു ഒരു ഈജിപ്ഷ്യൻ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയാണ് ഇന്നും തുടരുന്ന സ്ട്രാറ്റജി. ആൺപിള്ളേരെ കൊന്നേക്കാം, പക്ഷെ ആരെ വേണം? പെൺപിള്ളേരെ വേണം. അതൊരു നൂതന പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിലൊക്കെ വെളിപ്പെട്ടു വരുന്ന ഉത്തരാധുനികയുടെ ഒരു അപകടഘട്ടത്തിലാണ് എല്ലാവരും ആയിരിക്കുക. ഇവിടെയാണ് മോശയുടെ പേരൻസിൻ്റെ പ്രത്യേകത. അവർ തീരുമാനിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം. പക്ഷേ അവർ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ ഒരു കാര്യം കണ്ടു. എന്തെന്ന് കണ്ടു? സുന്ദരനെന്ന് കണ്ടു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 7:20 അത് സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ മറ്റൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക. ഒന്നുകൂടെ ഒരു ഇച്ചിലൂടെ ഒരു നല്ല വാക്ക് ഉപയോഗിച്ചു. അവിടെ കാണുന്നു, ആ കാലത്ത് 20-ാം വാക്യം, ആ കാലത്ത് മോശ ജനിച്ചു. ആ കാലം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലം. പിന്നൊരു കാലമാണ് യേശുവിൻ്റെ കാലത്തെങ്കിൽ റാമിലൊരു നിലവിളി കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. പിന്നെ ലോകം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു കാലം വന്നത് ഇക്കാലമാണ്. ഗർഭസ്ഥ ശിശുക്കൾ പോലും കൊല്ലപ്പെടുന്ന ഒരു കാലം, അബോർഷൻ്റെ ഒക്കെ ഒരു കാലം. ആ കാലഘട്ടത്തിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുക. ഇവിടെ കാണുന്നു, കുഞ്ഞ് എന്തെന്ന് കണ്ടു? ദിവ്യസുന്ദരനായിരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്തായിരുന്നു? ദിവ്യസുന്ദരൻ എന്നൊക്കെ പറഞ്ഞ്. എന്താണ് സൗന്ദര്യവും ദിവ്യ സൗന്ദര്യവും തമ്മിലുള്ള വ്യത്യാസം? സൗന്ദര്യം, നമ്മളൊരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ചോദിക്കുന്നത് എന്താ? സാധാരണ ഒരു ശരാശരി മലയാളി ഒരാളോട് വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്കൊരു കൊച്ചുണ്ടായി, ആദ്യം എന്തോ ചോദിക്കും? ആണാണോ പെണ്ണാണോ? പൊതുവെ മലയാളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്താ? സത്യമേ പറയാവൂ, കള്ളം പറയല്ലേ. പൊതുവെ മലയാളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് ആണാണ്. പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോയി. പെണ്ണാണ് പൊന്ന്. എല്ലാ ആൺപിള്ളേരും 20,000 രൂപ ശമ്പളം മേടിക്കുമ്പോൾ പെണ്ണ് 1,00,000 രൂപ ശമ്പളം മേടിച്ച് OET എഴുതി IELTS എഴുതി. നമ്മുടെ ഈ കർത്താവ് ഒരു പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് 11-ാം അധ്യായത്തിൽ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അർദ്ധരാത്രി ഒരു സ്നേഹിതൻ വന്നു. ആ സ്നേഹിതൻ്റെ അടുക്ക വന്നപ്പോൾ ആ സ്നേഹിതൻ എവിടെ പോയി? മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിലൊരു സ്നേഹിതൻ വന്നു, അവൻ എന്ത് വേണം? 3 അപ്പം വേണം. അപ്പോൾ ആ സ്നേഹിതൻ എന്തോ പറഞ്ഞു? പിള്ളേർ കൂടെ. ഞാൻ ആ സ്നേഹിതനെ പഠിച്ചപ്പോൾ മിക്കവാറും മലയാളി അച്ഛനാണ്. അച്ഛൻ ഇവിടുന്ന് ഭാര്യയുടെ കൂടെ ജോലിക്കായിട്ട് UK പോയി. അപ്പോൾ അവൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. പിള്ളേരെ ആര് വളർത്തുന്നു? അച്ചായൻ വളർത്തും. അമ്മമാരൂടെ കിടന്നിട്ട് ഉണർത്തിയാൽ അവർ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഉറക്കും. അച്ചായൻ എങ്ങനെ ഉറക്കാനാ? അച്ഛൻ പറയും ഉറങ്ങിക്കോണമെന്ന് പറയും. അത് വേറെ വഴി അറിയത്തില്ല. അതുകൊണ്ടാണ് അച്ചായൻ പറയുന്നത് ഉണർന്നാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല. മിക്കവാറും അത് മലയാളി അച്ചായനായിരിക്കാം. അതുകൊണ്ടാണ് പിള്ളേർ കൂടെ, അല്ലെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ കിടക്കണ്ടേ. അപ്പം മിക്കവാറും ആ സ്നേഹിതൻ്റെ കൂടെ കിടന്നത് മലയാളി അച്ചായനായിരിക്കാം, ഭാര്യ നേഴ്സും ആയിരിക്കാം, നൈറ്റ് ഡ്യൂട്ടിക്ക് പോയേക്കുമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. എനിവേ അവിടെ അങ്ങനെയൊന്നും അല്ല. എന്നാലും ഞാൻ പറഞ്ഞത് പെണ്ണാണോ ആണാണോ? അടുത്ത ചോദ്യം എന്താ? കറുത്താണോ വെളുത്താണോ? പൊതുവെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നേ വെളുപ്പാണ്. പക്ഷെ കറുപ്പിന് എത്ര അഴകാണ്? 7 അഴകാണ്. കറുപ്പിന് 7 അഴകാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി വലിയ ക്ലാസ്സിലാണ്, അല്ലാതെ ചെറിയ ക്ലാസ്സിലൊന്നുമല്ല.
അവൾ ഭയങ്കര രസികത്തിയാണ്, ഭയങ്കര ആർഗ്യുമെൻസിനൊക്കെ വിട്ടുക്കുകയാണ്. അപ്പോൾ ആ സഹോദരി എന്നോട് ഒരു ദിവസം ചോദിച്ചു, എടാ ഞാനെങ്ങനെ ഇങ്ങനെ കറുത്തു പോയി നിനക്കറിയാം? ഞാൻ നീ കറുത്തു പോയി ഇങ്ങനെ ഞാനെങ്ങനെ അറിയുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ 2 ചേച്ചിമാർ സുന്ദരി, സത്യം അവിടെ ചേച്ചിമാർ സുന്ദരിമാരാണ്. എടാ അവരെ 2നെ എൻ്റെ അമ്മ പ്രസവിച്ചത് തിരുവല്ല സായിപ്പിൻ്റെ ആശുപത്രി. തിരുവല്ല എൻ്റെ കാലമായപ്പോൾ എൻ്റെ അമ്മ കൊണ്ട് പുഷ്പകരി തന്നെ കൊണ്ട് പ്രസവിച്ചു. അതുകൊണ്ടാണ് ഞാൻ കറുത്തു പോയത്. എന്നാലും കറുത്താണോ വെളുത്താണോ, ആണാണോ പെണ്ണാണോ, ഇതൊക്കെയാണ് നമ്മൾ സൗന്ദര്യമായിട്ട് കാണുക. പക്ഷേ ഇതൊന്നും അല്ല സൗന്ദര്യം. കറുത്തതായാലും വെളുത്തതായാലും ആണായാലും പെണ്ണായാലും നമ്മുടെ മക്കൾക്കെല്ലാം നമ്മളൊരു കാര്യം അറിയണം, എന്തുണ്ട്? ദിവ്യ സൗന്ദര്യമുണ്ട്. അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ്. എന്തുണ്ട്? ദിവ്യ സൗന്ദര്യം. എന്താ ഈ ദിവ്യ സൗന്ദര്യം? ഡിവൈൻ പർപ്പസസ് ആണ്. മോശ ജനിച്ച് വരുമ്പോൾ മോശയ്ക്ക് പിശാചിനറിയാം മോശ ദിവ്യ സൗന്ദര്യമുള്ള കുഞ്ഞാണ്. മോശയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ് മോശ വന്ന് വീണ്ടും മോശ ബർവോയുടെ കൊട്ടാരത്തിലേക്ക് പോയി കഴിയുമ്പോൾ വടി താഴെയിട്ടു. ദൈവത്തിൻ്റെ വടി അത് താഴെയിട്ടപ്പോൾ അതെന്തായിട്ട് മാറി? പാമ്പായിട്ട് മാറി. അപ്പം മിസ്രൈമ മന്ത്രവാദികൾ എന്തിട്ടു? വടിയിട്ട്. മോശയുടെ വടി എന്ത് ചെയ്തു? അതിൻ്റെ വടികളെ പിഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മോശ എന്ത് ചെയ്തു? ആ വടിയെ പിടിച്ചു. അപ്പോൾ ഈ പാമ്പ് വീണ്ടും എന്തായി? വടിയായി. ഇപ്പം മിസ്രൈമ മന്ത്രവാദികളുടെ വടിയെല്ലാം എന്ത് ചെയ്യും? മോശയുടെ വടിക്കകത്തായി. അവരവസാനത്തെ കാര്യത്തിന് പറഞ്ഞു, ഏറ്റവും ലാസ്റ്റിലെ കാര്യം ചെയ്യണമെങ്കിൽ എന്തോ വേണം? വടി വേണം. വടി പക്ഷേ ഇവൻ വിഴുങ്ങി. അപ്പോൾ ഇവർക്ക് അറിയാം, ഇവൻ ജീവിച്ചിരുന്നാൽ എന്ത് വിഴുങ്ങും? എൻ്റെ വടി വിഴുങ്ങും. അതുകൊണ്ട് എത്രയും പദ്ധതികൾ വലുതാണോ അത്രയും വലുതായിരിക്കും നഷ്ടപ്പെടുത്താനുള്ള സാധാന്യ പദ്ധതി. ഇത് തിരിച്ചറിഞ്ഞ മോശയുടെ പേരൻസ് ദിവ്യ സൗന്ദര്യമുള്ള ആ കുഞ്ഞിനെ, ഡിവൈൻ പർപ്പസസിന് വേണ്ടിയുള്ള ആ കുഞ്ഞിനെ ഒരു പെട്ടകത്തിനകത്ത് വെച്ചിട്ട് കീലും പശയും തേച്ചിട്ട് ഞാങ്ങളുടെ ഇടയിൽ നൈൽ നദിയിൽ അവിടെ കൊണ്ട് വെക്കുകയാണ്. പക്ഷേ ഞാങ്ങളുടെ ഇടയിൽ ഒരു ദുഷ്ടജന്തു ഉണ്ട് എന്ന് സംഗീതത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെന്ത് ഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി സഹോദരി ദൂരെ നോക്കി. ഞാൻ രാവിലെ പെങ്ങന്മാരെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഒരു പെങ്ങളിങ്ങനെ ദൂരെ നിൽക്കുകയാണ്, കുഞ്ഞാങ്ങളയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? അപ്പോഴാണ് ബർവോൻ്റെ പുത്രി അവിടേക്കൊക്കെ വരിക. എനിവേ കുഞ്ഞിന് സൗന്ദര്യം ഉണ്ടായി. ആ സൗന്ദര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ആ കുഞ്ഞിനെ 3 മാസം എന്ത് ചെയ്ത് വെച്ചു? ഒളിപ്പിച്ച് വെച്ചു. എല്ലാവരും ഓർക്കേണ്ടത്, സൗന്ദര്യം എന്ന് പറയുന്നത് വെളുത്തതോ കറുത്തതോ എന്നുള്ളതല്ല, ആണോ പെണ്ണോ എന്നുള്ളതല്ല. ദിവ്യ സൗന്ദര്യമുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യണം? ഒളിപ്പിച്ച് വെക്കണം. കുഞ്ഞുങ്ങൾക്കെല്ലാം ദിവ്യ സൗന്ദര്യമുണ്ട്. ഞാൻ പലപ്പോഴും ഒരു ദൈവദാസൻ എന്ന നിലയിൽ അഭിമാനിക്കുന്ന കുറേ കാര്യങ്ങളിലുണ്ട്. ഞാൻ പെന്തക്കോസ്തുകാരൻ എന്നതിൽ അഭിമാനിക്കുന്നതിൽ ഒരു കാര്യം, പെന്തക്കോസ്തുകാരൻ എന്ന നിലയിൽ ചമ്മലില്ലാത്തവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്യാം. നമ്മൾ നമ്മുടെ സമൂഹത്തിന് ഒത്തിരി അഭിമാനിക്കാറുണ്ട്. മെഡിക്കൽ ട്രസ്റ്റിൽ കിടക്കുകയാണ് 2003-4 അപ്പയായിട്ട് കിടക്കുക. അവിടെ കിടക്കുമ്പോൾ ഒത്തിരി പേര് കാണാൻ വന്നു. അന്ന് ഞങ്ങളൊന്നും അത്രയൊന്നും അറിയപ്പെടുന്നവരൊന്നും അല്ല, ഇപ്പോഴും അറിയപ്പെടുന്നൊന്നുമല്ല. എന്നാൽ അന്ന് അങ്ങനെ വലിയൊരു അറിവില്ല. റാന്നിയൊക്കെ ഇട്ട് എറണാകുളത്ത് കിടക്കുകയാണ്. പക്ഷേ അറിഞ്ഞും കേട്ടു ഒത്തിരി ദൈവമക്കൾ കാണാൻ വന്നു. അപ്പം ഞാനിങ്ങനെ ആ ട്രസ്റ്റിൻ്റെ മുറിയുടെ പുറത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് മുറിയിൽ നിന്ന് ഒരു അമ്മ ഇറങ്ങി വന്നു. നല്ല സെറ്റും മുണ്ടും ഒക്കെ എടുത്ത്, ഇന്നലെ കേരളപ്പിറവിയല്ലായിരുന്നു, നല്ല സെറ്റും മുണ്ടും ഒക്കെ എടുത്ത നല്ല ആഢ്യത്വമുള്ള തനിനാടൻ മലയാളി അമ്മ ഇറങ്ങി വന്നു. ഞങ്ങൾ തമ്മിൽ കുറേ നേരം വർത്താനം പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ റാന്നിക്കാരാണ്, ഇവിടെ നിങ്ങളുടെ ഒത്തിരി ബന്ധുക്കളുണ്ടോ? ഇല്ലമ്മ. പിന്നെ എന്തുമാത്രം മനുഷ്യരെ ഇവിടെ വന്നു പോയേ, അതൊക്കെ ആരാ? അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ പെന്തക്കോസ്തുകാരാണ്, ഞങ്ങളുടെ കൂട്ടായ്മക്കാരാണ് ഈ വന്നു പോയത്. അമ്മ എന്നോട് ചോദിച്ചു, ഞാൻ ആരാന്ന് മോൻ അറിയാമോ? ഇല്ല. ഒരു മുഖ്യമന്ത്രിയുടെ അനന്തരവളാണ്. മോനെ 2 ആഴ്ചയായിട്ട് ഇവിടെ കിടക്കുക, ഒരൊറ്റ ഒരെണ്ണം കാണാൻ വന്നില്ല. എന്നിട്ട് പറഞ്ഞു, നിൻ്റെയൊക്കെ വർഗം കൊള്ളാമല്ലോ എന്ന്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എൻ്റെ വർഗം കൊള്ളത്തില്ലേ? പിന്നെ ഒന്ന് കിടന്ന് നോക്ക്, എത്ര പേര് വരാം. ഒന്ന് കിടന്ന് നോക്ക്. ഉപദേശി വരുന്നു, ഏരിയക്കാർ വരുന്നു, പ്രാർത്ഥിക്കുന്നു, വിളിച്ചു ചോദിക്കുന്നു, എന്തെല്ലോ കാര്യമാണ്. വേണ്ടേ? ഒന്നും വേണ്ട പ്രിയരെ, ഒന്ന് ചത്ത് നോക്ക്. എന്ത് പേരാ പാട്ട് പാടാൻ, എന്ത് ഉപദേശിമാരാ പ്രസംഗിക്കാൻ. വേറെ ആർക്ക് കിട്ടും ഈ ഭാഗ്യം?
എന്ത് പേരാ വന്ന് അനുശോചനം പറയുന്നത്. ഇപ്പോൾ ഇന്നാര് 1 മിനിറ്റ് ലീഡ് ചെയ്യുന്ന ആൾ 500 പ്രാവശ്യം പറയും 1 മിനിറ്റ് കൂടുതൽ എടുക്കരുത്, വന്നിരിക്കുന്ന എല്ലാവർക്കും സമയം കൊടുക്കണമെന്നുണ്ടെങ്കിലും സാഹചര്യം പ്രമാണിച്ച് ക്ഷമിക്കുക, ചിലർക്ക് മാത്രമേ അവസരം കൊടുക്കുന്നുള്ളൂ, എങ്കിലും വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മിനിറ്റ്, ഈ 1 മിനിറ്റ് പറയാൻ ആൾ വരുന്നത് എന്തുകൊണ്ടാണ്? പെന്തക്കോസ്തുകാരനായതുകൊണ്ടാണ്. ഒന്ന് സ്വത്രം ചെയ്തു. മോശപ്പെട്ട കാര്യമാണോ? അല്ല. അപ്പം പെന്തക്കോസ്തുകാരൻ നല്ലതാണോ? ആണേ. പിന്നെ പെന്തക്കോസ്തി കല്യാണം കഴിഞ്ഞ ഒരു ഗുണമുണ്ട്. പ്രധാന ശുശ്രൂഷ കഴിയുമ്പം തലേ കൈവച്ച് പ്രാർത്ഥിക്കും. കിട്ടിയിട്ടുണ്ടോ പ്രാർത്ഥന? പ്രധാന ശുശ്രൂഷ കഴിയുമ്പം ഒരു മുഖ്യമായ ശുശ്രൂഷയുടെ ഭാഗമാണ് തലേ കൈവച്ച് പ്രാർത്ഥിക്കും. സാധാരണ അത് ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാളാണ് ചെയ്യുക. ഏറ്റവും പ്രായവും പക്വതയും സീനിയറായിട്ടുള്ള ഒരാൾ അനുഗ്രഹ പ്രാർത്ഥന നടത്തും. പഴയ കാലങ്ങളിൽ മുട്ടുകുത്തി തന്നെ പ്രാർത്ഥിക്കും, നല്ലതാണെന്നാണ് എൻ്റെ ചിന്ത. എനിവേ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലും അല്ലെങ്കിലും തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഇവർക്ക് സന്തോന സമൃദ്ധി കൊടുക്കണേ. പ്രാർത്ഥിക്കുമോ? അപ്പോൾ എൻ്റെ മക്കളെല്ലാം അറിയണം, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞ ദിവസം ഓർമ്മയില്ലല്ലോ, അന്ന് വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടില്ലേ? അന്ന് ഒത്തിരി ഉപദേശിമാർ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും തലേ കൈവച്ച് പ്രാർത്ഥിച്ചു, ആരുണ്ടാകാൻ? നിങ്ങൾ ജനിക്കാൻ വേണ്ടി. അത്രയും പ്രാർത്ഥന കിട്ടിയ വേറെ ഏത് സമൂഹമുണ്ട്? ഏതെങ്കിലും പട്ടത്തെ സഭയിൽ കഴിഞ്ഞിട്ട് അച്ഛൻ വെച്ച് പ്രാർത്ഥിച്ചോ കൊച്ചുണ്ടാകണേ? അത് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ഭാഗ്യമല്ലേ? അതോ എല്ലാവരും കൂടെ കൂടിയിട്ട് അന്യഭാഷയൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിച്ച്, എല്ലാവരും വട്ടം നിന്നങ്ങും എല്ലാവരും കൂടെ തലേ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു. എത്ര ഉപദേശിമാരുടെ കൈ അന്നേരം തലേ പതിഞ്ഞു. അത് ഈ ഗ്രൂപ്പിനുള്ളൊരു ഗുണമാണ്. അതൊക്കെ ഒരു സന്തോഷമാണെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു, കൊച്ചുണ്ടാകണേന്ന് പ്രാർത്ഥിച്ചു. ഇനി കൊച്ച് കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ചു, ദൈവമേ അവർക്ക് തലമുറയെ കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചു. തലമുറ വയറ്റിലായി കഴിഞ്ഞാൽ അടുത്ത പ്രാർത്ഥിച്ചു, ഉദരഫലത്തെ എന്ത് ചെയ്യണേ? അനുഗ്രഹിക്കണം പ്രാർത്ഥിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ചു, ഊനമില്ലാത്ത എന്തിനെ കൊടുക്കണേ? കുഞ്ഞിനെ അവൊക്കെ കേട്ടിട്ടുണ്ടോ? ഊനമില്ലാത്ത കുഞ്ഞ്. എൻ്റെ അമ്മയാണെങ്കിൽ വേറെ രീതിയിൽ പ്രാർത്ഥിക്കും. കർത്താവേ, ഈ കുഞ്ഞിനെ മൂക്ക് വേണേ, കണ്ണ് വേണേ, നാക്ക് വേണേ, തൊക്ക് വേണേ, അത് വേണേ, ഇത് വേണേ, എല്ലാം ഒന്ന് പ്രാർത്ഥിക്കുക. എന്തെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. ഏതായാലും ഊനമില്ലാത്ത കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ചു, സുഖകരമായ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞ് ജനിച്ചപ്പം പ്രാർത്ഥിച്ചു, കർത്താവേ, ബാലാരിഷ്ടതയിൽ നിന്ന് എന്ത് ചെയ്യണേ? വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കും. വളർന്നപ്പം പ്രാർത്ഥിച്ചു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്ന് പ്രാർത്ഥിച്ചു. അപ്പം സത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന കിട്ടിയിട്ടുള്ളത് ആർക്കാ? മക്കൾക്കാ. ഇനി വേറൊരു വലിയ ഒരു ഗുണമുണ്ട്. വയറ്റിൽ കിടക്കുമ്പോഴേ ദൂത് കേട്ട്. സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു അക്രൈസ്തവരാണെങ്കിൽ ജാതകം എഴുതും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ഉള്ളത് ജാതകമാണോ പ്രവചനമാണോ? പ്രവചനമാണ്. വയറ്റിൽ കിടക്കുമ്പം ദൂത് കേട്ടിട്ടുള്ള അമ്മമാർ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാവും. വയറ്റിൽ കിടക്കും സ്തോത്രം ചെയ്തു. അല്ല, നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് വയറ്റിൽ കിടക്കുമ്പം ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തി സ്തോത്രം ചെയ്തേ. വയറ്റിൽ കിടക്കുമ്പോഴേ പറഞ്ഞ ദൂതുകൾ നോക്കൂ, അത് ചെറിയ കാര്യമാണോ? അല്ല. അപ്പം വയറ്റിൽ കിടക്കുമ്പോഴേ, ഉദരത്തിൽ കിടക്കുമ്പോഴേ എന്ത് കേട്ടു? ദൂത് കേട്ടു. കേട്ടില്ലേ? കേട്ടു. പിന്നെ ജനിച്ച് വീണപ്പോൾ അതിലും വലിയ ദൂതുകൾ കേട്ടു. മൊത്തം ദൂതായിരുന്നു. ദൂതും പ്രവചനവും എല്ലാം കേട്ട് വളർന്ന മക്കളാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ മക്കൾ സൗന്ദര്യമുള്ള മക്കളാണ്. സ്തോത്രം ചെയ്തേ. അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ മാർക്കല്ല, അവരുടെ സൗന്ദര്യം അവരുടെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ അല്ല, അവരുടെ ഫ്ലുവൻസി അല്ല. അവരുടെ സൗന്ദര്യം ദൈവത്തിൻ്റെ പദ്ധതികളാണ്. ദൈവത്തിൻ്റെ പദ്ധതികളുള്ള മക്കളാണ്. ഹല്ലേലൂയ. അത് 100% വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താൽ. കുഞ്ഞത്ര മിടുക്കനാകട്ടെ, കുഞ്ഞത്ര സ്മാർട്ടാകട്ടെ, എത്ര ടാലൻ്റ് ഉള്ളതാകട്ടെ ഇല്ലാതാകട്ടെ, നിങ്ങൾ ഓർത്തണം, കുഞ്ഞിനെല്ലാം എന്തുണ്ട്? ദിവ്യ സൗന്ദര്യമുണ്ട്. ആ ദിവ്യ സൗന്ദര്യമുള്ള മക്കളെ നമ്മുടെ ഒരു ദൗത്യമാണ് അവരെ എന്ത് ചെയ്ത് വെക്കണം? ഒളിപ്പിച്ച് വെക്കണം. എത്ര മാസം ഒളിപ്പിച്ച് വെച്ചു? 3 മാസം. അപ്പം ഗർഭസ്ഥ കാലം മുതൽ പിറക്കപ്പെടുന്ന കാലം വരെ ഒരു ഒളിപ്പിക്കലിൻ്റെ ആവശ്യമുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ, ഗർഭസ്ഥാവസ്ഥയിൽ മെഡിക്കൽ ടീമിലുള്ളവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അറിയാം, പൂർണ്ണ വളർച്ചയൊക്കെ എടുത്തുന്ന ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഫൈനൽ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിക്കപ്പോൾ. അവിടെ ചെറിയ മിസ്റ്റേക്സൊക്കെ വന്നാൽ പിന്നെ മേജർ മിസ്റ്റേക്സിലോട്ടൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് വയറ്റിൽ കിടക്കുമ്പോഴേ പ്രാർത്ഥിക്കണം. എന്തിനാണെന്ന് 2 രീതി മക്കളുണ്ടാകാം. ഒന്ന് ബർത്ത് ബൈ ചാൻസ് ആണ്. ബർത്ത് ബൈ ചാൻസ്. എന്താ ഈ ബർത്ത് ബൈ ചാൻസ്? കൊച്ച് കെട്ടിപ്പോയി, അയ്യോ ഞങ്ങൾക്കപ്പുറം പ്ലാൻഡ് അല്ലായിരുന്നു, അങ്ങ് കൊച്ചായിപ്പോയി. അതെല്ലാം ബർത്ത് ബൈ ചാൻസാണ്. ക്രൈസ്തവ ദമ്പതികൾക്ക് ബർത്ത് ബൈ ചാൻസിൽ മക്കളില്ല. അബദ്ധം പറ്റിയിട്ടില്ല. അത് വിശ്വസിക്കണം. അബദ്ധമല്ല. ബർത്ത് ബൈ ചാൻസ് അല്ല, ബർത്ത് ബൈ ചോയ്സാണ്. ഹന്ന
ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹന്ന വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, യജമാനെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്ത്രീ നിന്നില്ലേ, ആ സ്ത്രീ ഞാനാ. അത് ബർത്ത് ബൈ ചോയ്സാണ്. നമുക്ക് മക്കൾ വേണം. മോശയെ കിട്ടിയത് ബർത്ത് ബൈ ചാൻസ് അല്ല, ആ കാലത്ത് ബർത്ത് ബൈ ചോയ്സ്. അപ്പം ക്രൈസ്തവ ദമ്പതികളെ, വിശ്വാസ കുടുംബങ്ങളെ, നമുക്ക് ലഭിക്കുന്ന മക്കൾ ബർത്ത് ബൈ ചോയ്സ്. അപ്പം കുഞ്ഞിന് ജനിക്കുന്നതിന് മുമ്പ് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഒരു കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നാം ദൈവത്തോടൊപ്പം പങ്കുചേരുന്നതാണ് കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ എന്ത് ചെയ്ത് വെക്കുക? ഒളിപ്പിച്ച് വെക്കുക. ഗർഭകാലങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന ആവശ്യമാണ്. ജനിച്ചു കഴിഞ്ഞ് പ്രത്യേക പ്രാർത്ഥന. അത് കഴിഞ്ഞ് പ്രത്യേകമായി സൂക്ഷിക്കപ്പെടേണ്ട ചില പ്രായങ്ങളെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത് അധ്യായത്തിൽ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നൊരു വരുന്നുണ്ട്, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. പള്ളിപ്രമാണി വരുന്നു. എന്താ കാര്യം? ഐറോസ് എന്നുള്ള പേരിട്ട് വന്നു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലായിരിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ അത് കാണുകയാണ്. അങ്ങനെ കർത്താവ് പറഞ്ഞു, അങ്ങൻ്റെ കൂടെ പോവുകയാണ്. അതിനിടയ്ക്കാണ് ഒരു സ്ത്രീ, രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വരുന്നു. 5-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയെ വീട്ടിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞു, നിൻ്റെ മകൾ എന്ത് ചെയ്തു പോയി? മരിച്ചു പോയി പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട. വീട്ടിൽ ചെന്നു, എല്ലാവരെയും പുറത്താക്കി. എന്നിട്ട് കർത്താവ് ആ കുട്ടിയുടെ മേൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കുട്ടി എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല. അത് ഭയങ്കര ബാലം മരിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു കാര്യം അവിടെ നിന്ന് പറയാനുണ്ട്. ഒരു കുഞ്ഞും ഉണരാനാവാത്തതുപോലെ മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കണം. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ബാലം മരിച്ചിട്ടില്ല. അത് ദൈവത്തിൻ്റെ വചനം അങ്ങ് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ കയറി അങ്ങ് മുറുകെ പിടിക്കണം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ബാലം മരിച്ചിട്ടില്ല. ഇന്നൊരു പക്ഷേ യോഗത്തിന് വരുന്നില്ലായിരിക്കാം, പ്രാർത്ഥിക്കാനിരിക്കുന്നില്ലായിരിക്കാം. നമ്മൾ നോക്കുമ്പം കുടുംബം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല, മണിക്കൂറുകൾ ഗെയിമിലാണ്, മണിക്കൂറുകൾ ഫോണിലാണ്. ദൈവമേ എന്തു പറ്റി? പേടിക്കണ്ട. അപ്പോഴും പറയണം, ബാലം മരിച്ചിട്ടില്ല, ബാലം മരിച്ചിട്ടില്ല. അത് വിശ്വസിക്കുന്നവരെല്ലാം അല്പസമയം കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ പറഞ്ഞേ, ബാലം മരിച്ചിട്ടില്ല. ഉറക്കെ പറഞ്ഞേ, ബാലം മരിച്ചിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെല്ലാം നോക്കി പറഞ്ഞേ, ബാല എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല. ഇന്നിവിടെ വരാത്ത മക്കളെയെല്ലാം നോക്കി പറഞ്ഞേ, ബാല മരിച്ചിട്ടില്ല. സഭ പ്രഖ്യാപിക്കണം, ബാല മരിച്ചിട്ടില്ല. എല്ലാം ഉറക്കെ പറ. ബാംഗ്ലൂർ പട്ടണം കേൾക്കട്ടത്, കേരളം കേൾക്കട്ടെ, ഇന്ത്യ കേൾക്കട്ടെ, പഠിക്കാൻ പോയ യൂറോപ്പിലുള്ള മക്കളത് കേൾക്കട്ടെ. ബാല മരിച്ചിട്ടില്ല, ബാല മരിച്ചിട്ടില്ല, ബാല മരിച്ചിട്ടില്ല. ഉറങ്ങുക. കർത്താവ് വരും, കരം വെക്കും, ഇതെല്ലാം ഉണരും. കർത്താവ് വരും. കരങ്ങൾ ശിരസിന്റെ മുകളിൽ ഉയർത്തി ചേർത്തടിച്ച് അല്പത്തെയും സ്തുതിച്ചേ. ഒന്നും മരിച്ചിട്ടില്ല. അതുനം രഗജം ഋഗജഗ രഗജം ശകലക ദഗനം ഋഗജഗ രാജം അന്തുരവട്ടം ദേഗനഘട്ടം ഋഗജേനം യേശുവെ നന്ദി, യേശുവെ നന്ദി അപ്പ, യേശുവെ നന്ദി, യേശുവെ നന്ദി. ഒരു കുഞ്ഞും മരിച്ചിട്ടില്ല, ഉണരാനാവാത്തതുപോലെ മരിച്ചിട്ടില്ല. എൻ്റെ കർത്താവ് വരും, എൻ്റെ കർത്താവ് വരും, എൻ്റെ കർത്താവ് വരും. ഐറോസ്, നീ പോയി വിളിച്ചുകൊണ്ട് വാ, എൻ്റെ കുഞ്ഞുവിന് അത്യാസനം, വാ, കർത്താവ് വരും. ഇതിനിടയ്ക്ക് നിഷേധാത്മകമായ വാർത്ത, കുഞ്ഞു മരിച്ചു. പക്ഷെ യേശു പറഞ്ഞു, കുഞ്ഞു മരിച്ചിട്ടില്ല. മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു മരിച്ചു. സാറന്മാര് പറയുന്നു മരിച്ചു, കൂട്ടുകാർ പറയുന്നു മരിച്ചു, സൺഡേ സ്കൂൾ അധ്യാപകർ പറയുന്നു രക്ഷയില്ല, കൗൺസിലർ പറയുന്നു ഇനിയും വലിയ പാടാണ്. എന്നാ യേശു പറയുന്നു, കുഞ്ഞു മരിച്ചിട്ടില്ല, ഉറങ്ങുകയാ. രഗന റിഗജ രബന ഹദന റിഗല രഗജ. വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിക്കട്ടെ. ലൈവിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചട്ടെ, ബാല മരിച്ചിട്ടില്ല. അതന റിഖദാന ശബ്ദ രഗജ റിബന ഹദന രഗന. അതനം തുറന്ന് സ്തുതിച്ച് പറഞ്ഞാരാധിച്ച് ഈ വചനം തന്നെ പറഞ്ഞ്, ബാല മരിച്ചിട്ടില്ല, ബാല മരിച്ചിട്ടില്ല, ബാല മരിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു മരിച്ചിട്ടില്ല. ഇന്നത്തെ സ്ഥിതിഗതികൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു, വാർത്തകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു. പക്ഷെ കർത്താവ് പറയുന്നു, ബാല മരിച്ചിട്ടില്ല. കർത്താവ് എന്ത് ചെയ്തു? എല്ലാവരെയും പുറത്താക്കി. അപ്പനെയും അമ്മയും തന്നോട് കൂടെ ഉള്ളവരെയും കുട്ടി കിടക്കുന്നിടത്തേക്ക് ചെന്നു. ക്ഷമിക്കണേ, അവിടെ ഒരു എത്ര വയസ്സുണ്ട് ഈ കുട്ടിക്ക്?
അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതാൻ വേണ്ടിയൊന്നും അല്ല ഇവിടെ വന്നേ. പ്രായത്തിന് ഒരു പ്രത്യേകതയുമില്ല. പക്ഷേ അവിടെ പ്രത്യേകമായിട്ട് വചനം പറയുന്നു എത്ര വയസ്സായി? 12 വയസ്സായി. എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? എല്ലാ കുട്ടികളും മരിക്കാൻ സാധ്യതയുള്ളൊരു പ്രായം 12 കഴിയുമ്പോഴാണ്. 12 കഴിയുമ്പോൾ എന്തോ തുടങ്ങും? 12 കഴിയുമ്പോൾ എന്തോ തുടങ്ങാനാ? 13 തുടങ്ങും. 13 എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ക്രൂഷ്യൽ ഏജാണ്. എന്തോ തുടങ്ങി? ടീനേജ്. വാട്ട് യു മീൻ ബൈ ടീനേജ്? യു ആർ എ ടീൻ, റൈറ്റ്? എന്താ ടീനേജ്? 13, 14, 15, 16, 17, 18, 19 തീർന്നു. അത് കഴിഞ്ഞ് രക്ഷപ്പെട്ടു. ആ പ്രായമാണ് എന്ത്? ടീനേജ്. ഈ ടീനേജിൻ്റെ പ്രത്യേകത എന്താ? ടീനേജിൻ്റെ പ്രത്യേകതയിലാണ് മരണം സംഭവിക്കും. സൈക്കോളജിക്ക് ഇന്നലെ വരെ വീട്ടിൽ വന്നിട്ട് മമ്മി ഞങ്ങളുടെ ക്ലാസ്സിലാണേ ഉണ്ടല്ലോ മമ്മി ഒരു കൊച്ചാണേ ഉണ്ടല്ലോ അമ്മ പറഞ്ഞു ആനക്കാരത്തിനാണ് ചേനക്കാര്യം നിൻ്റെ ക്ലാസ്സിലെ കുറ്റി എന്തോ അങ്ങ് പറ. പിന്നെയും പുറകെ നടന്ന് പറയും. ഇപ്പം എന്താണ്ട് എന്താ പാടി എന്താ ഉണ്ട് വരുന്നു കഥ കടച്ച് മുറി ഇരിപ്പ. ഇവൻ എന്തോ പറ്റി? എന്തോ പറ്റാനാ? 30 എന്തോ പറ്റി? എന്താ പറ്റാനാ? 30, 14. ആ സമയത്ത് വേറൊരു ഗ്യാപ്പാണ്. അന്നേരമാണ് നമ്മൾ സാധാരണ പറയുക എന്തോ ഉണ്ടാകും? ജനറേഷൻ ഗ്യാപ്പ്. എന്താ ജനറേഷൻ ഗ്യാപ്പ്? ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. കൊച്ചൊരു ഉടുപ്പിട്ടുകൊണ്ട് വന്നു. ഇതെല്ലാ വീട്ടിലും സംഭവിക്കുന്ന. അല്ലേ കൊച്ചു മുടി വളർത്തിക്കൊണ്ട് വന്നു, അല്ലേ കൊച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് വന്നു. അമ്മ പറഞ്ഞു ഈ വീട്ടിൽ ഇതെന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അപ്പം പറഞ്ഞു പിന്നെ എന്നാ കുഴപ്പം? ഇവിടെ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ ടൂറിന് പോവുക. അമ്മ പറഞ്ഞു ഇവിടുന്ന് ഒരുത്തിയും ടൂറിന് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പിന്നെ അപ്പം ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. അതാണ് എന്ത്? ജനറേഷൻ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് ഇല്ലാത്ത ഒറ്റ വീടൊന്ന് പറയാമോ? പിന്നെ ആൻഡ് ഞാൻ നീ പോമോ? പോകത്തില്ല. ഇവിടുന്ന് ആരും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഞാൻ പോകും ഇല്ല. ആൻഡ് പിന്നെ ഈ ഗ്യാപ്പ് എക്കാലം ഇല്ലേ? ഈ ഗ്യാപ്പില്ലേ? എന്നോട് പറഞ്ഞു ടൂറിന് പോകണ്ട. ഞാൻ പറഞ്ഞു പോകുമെന്ന്. എന്നാൽ നീ പൈസ ഞാൻ തരത്തില്ല. വേണ്ട, ഞാൻ റോഡ് നീളം നടന്ന് ആക്രി പറക്കി വിറ്റ് ടൂറിന് പോയല്ല. മുഴുവൻ ആക്രി പറക്കിക്കൊണ്ട് വിറ്റ് ടൂറിന് പോയ പാർട്ടിയാണ് നമ്മളൊക്കെ. അപ്പോൾ നല്ല പിള്ളേർ കേൾക്കല്ലേ കർത്താവേ എന്താണ് പറയല്. അപ്പോൾ എന്നാന്ന് പറഞ്ഞാലും എക്കാലത്ത് എന്തുണ്ട്? ഈ ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് വൈഡൻ ചെയ്യാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ കാര്യം. എക്കാലത്തുണ്ട്. ഇനി ഇപ്പോഴത്തെ എല്ലാം ഈ 13കാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. 13, 14, 15, 16 ഒന്ന് കൈപൊക്കിക്കേ. എൻ്റെ മക്കളെ പേടിക്കണ്ട. നാളെ നീ കല്യാണം കഴിക്കും. 2 പിള്ളേരുണ്ടാകും. ആ പിള്ളേർ നിന്നോട് വന്ന് പറയും ഞാൻ പോവാന്ന്. നീ പറയും പോകുന്നില്ലെന്ന്. അപ്പോൾ അവർ പറയും പിന്നേന്നൊന്നും അല്ല പറഞ്ഞത് അമ്മ യു മൈൻഡ് യുവർ ബിസിനസ് എന്ന് പറയുമ്പോൾ കരയും. അപ്പോൾ അന്ന് ഈ വലിയ ഗ്യാപ്പ് ഉണ്ടാകാതിരിക്കാൻ ഇപ്പം ഇച്ചിരി അങ്ങ് ഒതുങ്ങിക്കോണേ. അല്ലെങ്കിൽ എന്താ പറയും? അളക്കുന്ന അളവിൽ അമർത്തി കുലുക്കി 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 ഇളക്കും. അപ്പം അന്ന് അമർത്തി കുലുക്കി കുലുക്കി ഇളക്കപ്പെടാതിരിക്കാൻ ഇപ്പം ഇച്ചിരി എന്തായിക്കണം? മര്യാദ ആയിക്കണം. ഇല്ലേ കിട്ടും. 8ൻ്റെ പണി കിട്ടും. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ അറിയാമോ മോളെ? 2ൻ്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം. 3ൻ്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം. 5ൻ്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം. നീ 8ൻ്റെ പണി കിട്ടിയ ഏത് വഴി ഇറങ്ങി വരും? ഇറങ്ങി വരാൻ വയ്യാത്ത പണിയുടെ പേരാണ് എന്ത്? 8ൻ്റെ പണി. അപ്പോൾ അന്ന് ഈ അമർത്തി കുലുക്കി കിട്ടാതിരിക്കാൻ വേണ്ടി ഇപ്പം ഇച്ചിരി മര്യാദയാകാം. എന്നാലും കുഞ്ഞ് മരിച്ചു. എത്ര വയസ്സ്? 12 വയസ്സ്. എന്നെ പേടിപ്പിക്കുന്നത് ഈ 12 വയസ്സ് ഭയങ്കര അപകടമാണ്. 12 വയസ്സ്. അവിടെയാണ് കർത്താവിൻ്റെ ഒരു വാചിക്കിൻ്റെ ശക്തി. തലീത ഭൂമി പാലെ എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക. വേദപുസ്തകത്തിൽ ഈ ട്രാൻസ്ലേഷൻ ഇല്ലാത്ത കുറച്ച് പദങ്ങളുണ്ട്. അതുപോലെ എഴുതിയ എഫത തലിത കുമി എലോഹി എലോഹി ലമ്മ ശബക്താനി. അതിലൊരു വാക്ക തലിത കുമി. 12കാരെ 12നും 19നും ഇടയ്ക്കുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റേ. 12നും 19നും ഇടയ്ക്കുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റേ. ഇവരെല്ലാം നോക്കി പറഞ്ഞു തലിത കുമി. ഉറക്കെ പറ. മുമ്പേ പറഞ്ഞ പറ തലിത കുമി. തലിത കുമി. നിങ്ങളാരും മരിക്കത്തില്ല. നിങ്ങളാരും മരിക്കത്തില്ല. നിങ്ങളെ ആരും മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനാ ഇവിടെ 21 ദിവസം ഉപവാസം നടക്കുന്നത്. നിങ്ങളാരും മരിക്കാതിരിക്കാനാണ് ഇവിടെ 21 ദിവസത്തെ പ്രാർത്ഥന നടക്കുന്നത്. മരിക്കില്ല, മരിക്കില്ല. അത് സഭയുടെ അധികാരമാണ്.
അത് സഭയ്ക്ക് ദൈവം തന്ന അധികാരമാണ്, സഭയ്ക്ക് ദൈവം തന്ന വാഗ്ദത്തമാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. എങ്കിൽ ഈ മക്കളെ നോക്കി ഞങ്ങൾ കൽപ്പിക്കുന്നു, തലീഥ കൂമി, ബാല മരിച്ചിട്ടില്ല. ഇന്ന് അവരെ ഉറക്കിയിട്ടുള്ള സകല മേഖലകളിലോ യേശുവിൻ നാമത്തിൽ അവർ ഉണർന്നു വരട്ടെ, അവർ ഉണർന്നു വരട്ടെ. ലൈവിലുള്ളവർ നിങ്ങളും പ്രാർത്ഥിക്കുക, വചനം പറയുക. തലീഥ കൂമി, ബാലേ എഴുന്നേൽക്കുക. അതന റിഗന ശബന അന്ധ രഗജ രഗജ, ഇവരെ നോക്കി പറഞ്ഞാട്ട് വിശ്വാസത്തോടെ. തലീഥ കൂമി, ബാലെ എഴുന്നേൽക്കുക, ബാലെ എഴുന്നേൽക്കുക. ഒരു മഹാസൈന്യമാണ്. ഇന്ന് രാവിലത്തെ ദൈവദാസൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അസ്ഥികളെ നോക്കി പ്രവചിച്ചു. ഒരു ശ്വാസം അവിടെ മേൽ വന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? ജീവിക്കോ? എങ്ങനെ ജീവിച്ചു? ഒരു മഹാസൈന്യമായി എഴുന്നേറ്റെങ്കിൽ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു സൈന്യമായി എഴുന്നേക്കട്ടെ. ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. ഓ, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സൈന്യമായി എഴുന്നേക്കട്ടെ. ഓ, യേശുവിന് വേണ്ടി. ബഥേൽ ഏജി ചർച്ചിന് എളിയദാസം പ്രാർത്ഥിക്കുന്നു, യുവാക്കളുടെ മേൽ വലിയൊരു അധികാരം ഉണ്ടാകട്ടെ. ഒരു യുവ സൈന്യം എഴുന്നേക്കട്ടെ. അടുത്ത ഒരു ജനറേഷൻ എഴുന്നേക്കട്ടെ. ഒരു ജനറേഷൻ എഴുന്നേക്കട്ടെ. ഒരു അടുത്ത ജനറേഷൻ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പുതിയ ആലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നെക്സ്റ്റ് ജനറേഷന്റെ മേൽ അന്ന് ഇവിടുത്തെ ടീമിന്റെ മേൽ പകർന്ന അഭിഷേകം ഇന്ന് അടുത്ത ജനറേഷന്റെ മേൽ പകരട്ടെ. യേശുവിന്റെ നാമത്തിൽ പകരട്ടെ. ഒരു തലമുറ എഴുന്നേൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ തേർഡ് ജനറേഷൻ എഴുന്നേക്കട്ടെ. എങ്ങനെ എഴുന്നേക്കട്ടെ? തലീഥ കൂമി, ബാല എഴുന്നേൽക്കുക. റക ദിബ നഗ ദന അടകന ഹഥന റിഖന. ഞങ്ങൾ ഇവരെ നോക്കി പ്രവചിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവരെ നോക്കി പ്രവചിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കീർണമായ കാലഘട്ടത്തിൽ, സങ്കീർണമായ കാലഘട്ടത്തിൽ, അപകടകരമായ കാലഘട്ടത്തിൽ, ആപൽക്കരമായ കാലഘട്ടത്തിൽ, കുഞ്ഞിനെ കൊല്ലുമെന്ന് വാശി പിടിക്കുന്ന സ്ട്രാറ്റജിയുടെ കാലഘട്ടത്തിൽ മോശയെ ഒളിപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തലീഥ കൂമി, ബാല എഴുന്നേൽക്കുക. എല്ലാവരും കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഒരടുത്ത ജനറേഷൻ ഒരു സൈന്യമായി എഴുന്നേക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്നത്തെ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇവിടെ വന്ന മക്കൾ, വരാതിരിക്കുന്ന മക്കൾ, ഓ ഹല്ലേലൂയ, അടുത്ത ഒരു ജനറേഷനെ ഇമ്പാക്ട് ചെയ്യുന്ന ഇമ്പാർട്ടേഷൻ നടക്കട്ടെ, നടക്കട്ടെ, നടക്കട്ടെ. എഴുന്നേക്കട്ടെ. പ്രവാചകർ എഴുന്നേക്കട്ടെ, അഭിഷിക്തർ എഴുന്നേക്കട്ടെ, സുവിശേഷകർ എഴുന്നേക്കട്ടെ, യുവ സുവിശേഷകർ എഴുന്നേക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കട്ടെ. ഇവരുടെ കർത്താവ് ശിശുക്കളുടെ വായിൽ ബലം നിയമിക്കുന്ന ദൈവം ഇവരുടെ നാവിന്മേൽ പ്രത്യേക അധികാരത്തോടെ, ഓ ഹല്ലേലൂയ, വിസ്മയപ്പെടുത്തുന്ന ഹല്ലേലൂയ അഭിഷേകത്തിന്റെ നിറവിലേക്ക്, അധികാരത്തിലേക്ക് ഈ തലമുറ ഉണരട്ടെ. തലീഥ കൂമി, തലീഥ കൂമി, തലീഥ കൂമി, തലീഥ കൂമി. അമ്മ, 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 ബാല മരിച്ചിട്ടില്ല. പിതാവേ, ബാലകൻ മരിച്ചിട്ടില്ല, കുഞ്ഞ് മരിച്ചിട്ടില്ല. ഉറങ്ങിയ? പേടിക്കരുത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്റെ യേശു വന്നിട്ടുണ്ട്. എന്തിന്? കൈവെക്ക.
ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അപ്പോൾ 12 വയസ്സുള്ള പ്രായം വളരെ ഗൗരവമുള്ള പ്രായമാണ്. നിങ്ങൾ ഇരുതാട്ട മക്കളെ, വീണ്ടും അടുത്ത വളരെ ഗൗരവമുള്ളൊരു പ്രായത്തെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാമത്തെ അധ്യായം. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ ജോസഫിന് 17 വയസ്സ് പ്രായമായപ്പോൾ, കണ്ടോ, ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ ജോസഫിന് 17 വയസ്സ് പ്രായമായപ്പോൾ അവൻ്റെ അപ്പൻ ജോസഫിനോട് പറയുകയാണ്, സഹോദരന്മാർ കൂടെ ആളുകളെ മേയിച്ചുകൊണ്ട് വരുമ്പോൾ തൻ്റെ അപ്പനായ വയസ്സായപ്പോൾ ഭാര്യമാരായ ബിൽഹായുടെയും ശില്പായുടെയും പുത്രന്മാരുടെയും ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി ജോസഫ് അപ്പനോട് വന്ന് പറഞ്ഞു. ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. നിലയെങ്കിൽ അവനെ ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ അവരെ എല്ലാവരെക്കാളും സ്നേഹിച്ചത് കൊണ്ട് അവരവനെ പകച്ചു. അവനോട് സമാധാനപരമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല. 12-ാമത്തെ വാക്യം, അവൻ്റെ സഹോദരന്മാർ അപ്പൻ്റെ ആടുകളെ മേയ്പ്പാൻ ശേഖേമിൽ പോയിരുന്നു. ഇസ്രായേൽ ജോസഫിന് പറഞ്ഞു, നിൻ്റെ സഹോദരന്മാർ ശേഖൻ ആട് മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അയക്കലും എന്ന് പറഞ്ഞേനെ. അവനോട് ഞാൻ പോകാം എന്ന് പറഞ്ഞു. എന്ന് നോക്കി വസ്തുത എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖേമിൽ എത്തി. വയസ്സ് എത്ര? 17. പ്രായം 17. അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രായമാണ് എത്ര വയസ്സ്? 17 വയസ്സ്. സാധാരണ അതിന് പറയുന്നൊരു വാക്കുണ്ട്. എന്ത് 17? മധുര 17, സ്വീറ്റ് 17. ഇന്നും ഒരു പ്രശ്നമേ ഉള്ളൂ, ഈ സ്വീറ്റ് 17 നേരത്തെ തുടങ്ങും. അതേ ഉള്ള അപകടം. സമയം മുമ്പ് ആരംഭിക്കും എന്നുണ്ടെങ്കിലും 17 അടുത്തൊരു പ്രായമാണ്. ഈ 17 അങ്ങോട്ട് കഴിയുമ്പോൾ 18 ആകും. 18 ആകാൻ നോക്കിയിരിക്കുകയാണ് ലൈസൻസ് എടുക്കാൻ. നമുക്കറിയത്തില്ല, അവർക്കറിയാം. അപ്പം അടുത്ത വർഷം 18 ആകും. അതുവരെ നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തും. ലൈസൻസ് ഇല്ലാതെ തൊട്ടുപോയേക്കരുത്. 18 ആകാൻ നോക്കിയിരിക്കുക. എന്തെടുക്കാൻ? ലൈസൻസ് എടുക്കുന്ന എന്തിനാ? വണ്ടി ഓടിക്കുന്ന എന്തിനാ? ഒറ്റ കാര്യത്തിനാ. ജോസഫ് ശേഖേമിൽ വെളിമ്പ്രദേശത്ത് ചുറ്റിക്കറങ്ങി. അല്ലാതെ കർത്താവിന് വേണ്ടി യോഗത്തിന് പോഞ്ഞ. നമ്മുടെ അവിടെ ഒരു കൊച്ചൻ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്, അമ്മ ബൈക്ക് മേടിക്കുക, ഞാൻ അമ്മയും കൊണ്ട് എല്ലാ ലേഡീസ് മീറ്റിങ്ങിനും പോകാം, എല്ലായിടത്തും കൊണ്ട്. അപ്പോൾ അമ്മയുടെ ഇവൻ അമ്മ അയൽക്കൂട്ടത്തിൽ പണയം വെച്ച് പൈസ മേടിച്ചു. പക്ഷേ അമ്മയ്ക്ക് അറിഞ്ഞില്ല ബൈക്ക് എന്തുവാണ്. ഇവൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ തണ്ട് ഇങ്ങനൊരു ബൈക്കും കൊണ്ടാണ് വന്നത്. ഇതുവഴി അമ്മ എതുവഴി കയറും. അവത്തിലൊന്നും അമ്മ കയറുക എന്തിറങ്ങിത്താപ്പോൾ. അതുകൊണ്ട് മേടിക്കുകയാണെങ്കിലും ഫ്ലാറ്റ് മേടിക്കുക. ആരെ കൂടെ വല്ലപ്പോഴും കൊണ്ടുപോവാം. അല്ലെ പിന്നെ നിൻ്റെ അമ്മ ജീൻസൊക്കെ ഇട്ട് ചാടി കയറുന്ന അമ്മയായിരിക്കും. ഹൈ ബൈ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രയൊന്നും അല്ല ഈ പാവം. അങ്ങനെയൊക്കെ കയറിയ വണ്ടി തീരും. അപ്പം എന്തിനാ ഇത് മേടിക്കുക? എന്തിനാ? ചുറ്റി കിടക്കും. ഈ ജോസഫ് എവിടെ വന്നു? ശേഖേമി വന്നു. എന്നിട്ട് കണ്ടു, ഹി വാസ് വാണ്ടറിങ് ഇൻ ദ വിൽഡർനെസ്. ശേഖേമിനൊരു പ്രത്യേകതയുണ്ട്. ശേഖേമിൽ അതിന് മുമ്പ് അതിൻ്റെ 34-ാമത്തെ അധ്യായത്തിൽ ഒരു പാവം കൊച്ചുണ്ട്. നല്ല കൊച്ചായിരുന്നു, സുന്ദരിയായിരുന്നു. അവിടെ പേരെന്നാ? ദീനായാണ്. ദീനായ്ക്ക് ഒരു ദീനം വന്നു. ദീനായ്ക്ക് പിടിച്ച ദീനം എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു, എനിക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങാൻ പോകണം. അപ്പോളേ അച്ചായൻ പറഞ്ഞാണ്, ഒറ്റയ്ക്ക് പോകണ്ട മോളെ, ആങ്ങളമാരുണ്ട്, ആരെങ്കിലും. അവൾ പറഞ്ഞു, അതിനെന്നാണ് ഇപ്പോഴത്തെ ഒറ്റയ്ക്ക് പോയി എന്നാ പറ്റും? ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയാൽ എന്നാ പറ്റും? അവളും ഒറ്റയ്ക്കാണ് പോയി, ഇവളും ഒറ്റയ്ക്കാണ് പോയി. ഞാനും അവന്മാരുടെ കൂട്ട് തന്നെയാണ്. ഞാൻ ഒരു പെണ്ണാന്നേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് കറങ്ങാൻ പോകും. പക്ഷെ കറങ്ങാൻ പോയപ്പോൾ അബദ്ധം പറ്റി. എവിടെ വെച്ച്? ശേഖേമി വെച്ച്. അപ്പം 2 ആങ്ങളമാർക്കങ്ങ് ഭയങ്കര ദേഷ്യമായി. അവരുടെ പേരെന്താ? ആരൊക്കെ? ഏത് സഹോദരനായ ശിമിയോനും ലേവിയും കൂടെ ഇവരെ സർക്കംസിഷൻ കഴിഞ്ഞപ്പം വാളെടുത്ത് എല്ലാ ആണുങ്ങളെ എന്ത് ചെയ്തു? വെട്ടിക്കൊന്നു. അപ്പം പിന്നെ ഈ ശേഖേമിൽ ആരേ ഉള്ളൂ? പെൺപിള്ളാരേ ഉള്ളൂ. അവിടെയാണ് ഇവൻ കറങ്ങിയത്. ആര്? 17കാരൻ ശേഖേമിൽ കറങ്ങി. ഇത് വലിയൊരു പ്രായമാണ്. ശേഖേമിൻ്റെ ഒരു പ്രായം. 17-ാമത്തെ വയസ്സിൽ എന്ത് തോന്നും? കറങ്ങാൻ തോന്നും. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇവൻ്റെ മേലൊരു വെളിപ്പാടുണ്ട്, ഒരു ദൂതുണ്ട്. ഒരു നിലയെങ്കിയൊക്കെ തയ്ച്ചു കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. എവിടെ കറങ്ങിയാലും ട്രാക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. എവിടെ കറങ്ങിയാലും കറങ്ങാൻ തോന്നുന്ന ഒരു പ്രായമാണ്. അത് തെറ്റല്ല. വയസ്സെത്ര? 17. ബൈക്കൂടെ ഒക്കെ കിട്ടിയ താണ്ട്
ഡ്യൂക്കെ കയറിയ പലതും ഇല്ല. അത് നിങ്ങൾക്കറിയോ? ഡ്യൂക്ക് മൊത്തം എടുത്ത പിള്ളേരിൽ ഡ്യൂക്ക് കമ്പനി കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ഡ്യൂക്ക് എടുത്ത പലതും ആയുസോടില്ല, പലതും കിടക്കുക. ഞങ്ങളുടെ ഒരു പാസ്റ്റർ മോന് ഇപ്പോൾ തിങ്കളാഴ്ച രാത്രി ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ അവൻ ഇന്നലെ 5 സർജറി, ഇന്ന് 3ാമത് 8 സർജറിയാണ് തണ്ട നടക്കുക. പാവം പിടിച്ച ഉപദേശിയുടെ മോൻ. എല്ലാം എന്താ? അവൻ ബൈക്കിൽ കയറിയതാ. കറങ്ങുന്ന പ്രായം, ചത്തില്ല. ചാകാത്ത ഒറ്റ കാര്യം കൊണ്ടാണ് അപ്പുറത്ത് ഇസ്രായേൽ കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഓർത്തോണേ എൻ്റെ പൊന്നു മക്കളെ, കറങ്ങുന്ന പ്രായത്തിൽ ഒത്തിരി കറങ്ങല്ലേ. നിങ്ങളെപ്പറ്റി ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നിങ്ങൾ ആ സ്വപ്നം മറന്നാലും നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നമുണ്ടോ 17കാരൻ എത്ര കറങ്ങിയാലും തമ്പുരാൻ മടക്കി വരുത്തും. ജോസഫിനെ കുറിച്ചുള്ള സ്വപ്നം എന്താണ്? ജോസഫ് വളരും. പിന്നെ ജോസഫ് ക്ഷാമകാലത്ത് ഇസ്രായേലിനെ നയിക്കേണ്ടവനാണ്. അതുകൊണ്ട് 17കാരൻ ഓർക്കുക, നിങ്ങളുടെ ഈ പ്രായം വളരെ ക്രൂഷ്യലാണ്. ഈ ക്രൂഷ്യൽ പ്രായത്തിലാണ് ഷിഫ്റ്റിന് സാധ്യത. ലഹരി നിങ്ങളെ തേടിയെത്തുന്ന പ്രായം, പിയർ പ്രഷർ ഉണ്ടാകുന്ന പ്രായം. പക്ഷേ മോശ ഒരു കാര്യം ചെയ്തു. മോശ എന്ത് പറഞ്ഞു? പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാട്ടിലും ദൈവജനത്തോട് കഷ്ടമായി തിരഞ്ഞെടുത്തു. ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് എന്ത് ചെയ്തു? നിരസിച്ചു. ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ കണ്ട പ്രശ്നം, നല്ല മക്കളാണ് ഇവരെല്ലാം. സോ ഗുഡ്. സത്യമായിട്ടും പറഞ്ഞാൽ നമ്മളെക്കാട്ടും നല്ല മക്കളാണ്. കപടതയില്ല, ഉള്ളതുപോലെ പറയും, സത്യസന്ധര. പക്ഷെ ഇവർക്കൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവർക്ക് നോന്ന് പറയാൻ വലിയ പാടാണ്. നോന്ന് പറയാൻ പാടാ. പക്ഷെ മോശ എന്തെന്ന് പറഞ്ഞു? നോന്ന് പറഞ്ഞു. മോശ നോന്ന് പറഞ്ഞില്ല. ഏതിനോടാണ് നോന്ന് പറഞ്ഞേ? ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടും. മോശ നോന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, മക്കളെ മുത്തേ, മോശ നോന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മോശ ആരായനെ? നെക്സ്റ്റ് ഫറവോ ആയനെ. നെക്സ്റ്റ് ഫറവോ ആയിരുന്നെങ്കിൽ മോശ ആരായനെ? മമ്മിയായനെ. ഇപ്പോഴും അടിച്ചു നോക്കിയാൽ കൂരിപ്പോയി. മമ്മീസ് അറ്റ് ദ ടൈം ഓഫ് മോസസ്. ആ ടൈമിൻ്റെ മോസസിൻ്റെ ഇപ്പുണ്ട് ഇങ്ങനെ ഒരു പെട്ടിക്കകത്തിരുന്നതിന്, ഉണങ്ങിയിരുന്നതിനെ, മമ്മിയായിട്ടിരുന്നതിനെ. പക്ഷെ മോശയെ അടക്കിയത് ആരാ? ദൈവം അടക്കി. ഏതാ വലുത്? പിന്നെ മരൂപമരെ കൊണ്ടു നിർത്തിയത് ആരെയാ? മോശയാ. അങ്ങനെയെങ്കിൽ ഒരു സാധ്യതയോടെ നോന്ന് പറഞ്ഞാലേ ഇപ്പുറത്തൊരു സാധ്യത തുറക്കത്തുള്ളൂ. ഞങ്ങളിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഒറ്റ കാര്യത്തിനാ, നിങ്ങൾക്ക് ചിലതിനോട് നോന്ന് പറയാനുള്ള കൃപ കിട്ടാൻ, നോന്ന് പറയാനുള്ള ശക്തി കിട്ടാൻ. ഹല്ലേലൂയ. ഇന്ന് സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതിനുവേണ്ടി അവനെ എന്ത് ചെയ്തു? ഒളിപ്പിച്ച് വെച്ചു. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചുന്നു. ഇന്ന് ഈ നിരീശ്വരവാദ എത്തിസ്റ്റ് കമ്മ്യൂണിറ്റിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് നമുക്കറിയാത്തത്. പക്ഷേ എൻ്റെ കുറേ സുഹൃത്തുക്കൾ മനസ്സിലാക്കാൻ വേണ്ടി ഗൗരവമായി, വളരെ സജീവമായി ഇതിനെല്ലാം മനസ്സിലാക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അവരെനിക്ക് ഇൻഫർമേഷൻസൊക്കെ തരും. ഭയങ്കരമായ പിയർ പ്രഷറാണ് ഉണ്ടാകുക, ഭയങ്കരമായ. എനിക്ക് അതിനകത്ത് ഭയങ്കര സങ്കടം തോന്നിയ ഒരു കാര്യം, എറണാകുളത്തൂടെ കുറേ പെൺകുട്ടികൾ ടീഷർട്ട് ഇട്ടുകൊണ്ട് നടന്നു. ആ ടീഷർട്ടിൽ അവരുടെ ദേഹത്ത് വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നു, വെർജിനിറ്റി ഈസ് നോട്ട് എ ഡിഗ്നിറ്റി, ഇറ്റ്സ് എ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇത് ധരിച്ചുകൊണ്ട് നടക്കാനുള്ള ദേ ആർ ഡെയർ ഇനഫ് ടു ഡൂ ദാറ്റ്. എന്താ കാര്യം? നോ എന്ന് പറയാൻ ആരോ ഇട്ടു, അത് അവരും കിട്ടും. ഇവർക്കിതൊന്നും പലതും അറിയില്ല, അല്ലെങ്കിൽ സീരിയസ് അല്ല. പല കമ്മ്യൂണിറ്റികൾ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ഇവിടെയെല്ലാം ദൈവം നിങ്ങൾക്കൊരു ശക്തി തരും. ചിലതിനോട് എന്തെന്ന് പറയണം? നോ എന്ന് പറയണം. കർത്താവ്, എനിക്ക് പ്രഷറുണ്ട്. പ്രഷർ ഇല്ലാത്തൊരു ലോകത്തല്ല. നിങ്ങൾ പഠിക്കുന്നിടത്ത് പ്രഷറുണ്ട് കുഞ്ഞെ, അത് എക്കാലമുണ്ട്. ചിലപ്പം ഓരോ കാലഘട്ടത്തിൽ അത് മാറ്റമായിരിക്കും. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് കോളേജിൽ ചെല്ലുമ്പം പ്രഷർ SFI ചേരണോ KSU ചേരണോ എന്നുള്ളതായിരുന്നു. ഇന്നത്തെ പല പിള്ളേർക്കും കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് അറിയത്തില്ല. അവർക്ക് ദേ ആർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അവർക്ക് അതൊന്നും അറിയത്തില്ല. അവർക്ക് ബാക്കിയെല്ലാം അറിയാം. അരാഷ്ട്രീയവാദമാണ്. അരാഷ്ട്രീയവാദം കൊണ്ടെത്തിക്കുന്നത് ഗായകങ്ങളിലാണ്. അതെപ്പോഴും ഓർക്കണം. എല്ലാത്തിനും ഗുണവും ദോഷമുണ്ട്. അരാഷ്ട്രീയവാദ്യം കൊണ്ടെത്തിക്കുന്നത് ഗായകങ്ങളിലേക്കാണ്, മയക്കുമരുന്നിലേക്കാണ്, പ്രണയക്കുരുക്കുകളിലേക്കാണ്. ഇവിടെയാണ് നമുക്ക് വേണ്ട ഒരു കൃപ. എന്തെന്ന് പറയാനുള്ള ശക്തി പ്രാപിക്കണം? നോന്ന് പറയാനുള്ള ശക്തി. എനിക്ക് നോന്ന് പറയണം. ആ നോന്ന് പറയാനാണ് നമ്മൾ ഇവരെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത്. നമ്മളിങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ച് ഒളിപ്പിച്ചാൽ
ഇവരൊരു സാഹചര്യം വരുമ്പോൾ നോന്നങ്ങ് പറഞ്ഞോളും. അത് അവരെ കൊണ്ട് പറയിപ്പിക്കും. ആര് പറയിപ്പിക്കും? പ്രാർത്ഥന പറയിപ്പിക്കും. പ്രാർത്ഥന പറയിപ്പിക്കും. ഞങ്ങൾ നിങ്ങളുടെ പുറകിലുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും 17കാരെ എല്ലാം ഒളിപ്പിക്കണം. കാരണം ഇവരെന്തിനുള്ള സാധ്യത? കറങ്ങാനുള്ള സാധ്യത. ബൈക്ക് ഓടിക്കുന്ന എല്ലാ മക്കളും ഒന്ന് കൈ ഉയർത്തിക്കേ. ബൈക്ക് ഓടിക്കുന്ന എല്ലാ മക്കളും കൈ ഉയർത്തിക്കേ. കൈ ഉയർത്ത് മക്കളെ. എഴുന്നേറ്റ് ഇന്നേ. ആണും പെണ്ണും എല്ലാം എഴുന്നേറ്റ് ഇന്നേ. ബൈക്ക് ഓടിക്കുന്നേ മക്കളെ സൂക്ഷിച്ചോണേ. എപ്പം ബൈക്ക് എടുത്താലും പ്രാർത്ഥിക്കണം. കാരണം ഒരു വലിയ സ്ട്രാറ്റജി ആൺപിള്ളേരെ ബൈക്കെ കൊല്ലാൻ. ഞാൻ വെറുതെ പറയല്ല. ഞാൻ കുറേ മക്കളെ, ഞാൻ പൗരുഷി വർക്ക് ചെയ്യുന്നുണ്ട്, എന്നെ വിളിച്ചു. ഞാൻ കുറേ പോയി കരഞ്ഞു പോയി. ഞാൻ കണ്ട, എനിക്ക് ഭയങ്കര സെൻസിറ്റീവാണ്. എനിക്ക് ചിലത് കണ്ട ഭയങ്കര പാടാണ്. സുന്ദര കുട്ടപ്പന്മാരാണ് ഇങ്ങനെ ജീവച്ഛവമായി കിടക്കുക. ബൈക്കെ കയറിയതാ. അതിലൊരമ്മ എന്നോട് പറഞ്ഞു, അവർ കൂട്ടുകാരുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ അമ്മ കെഞ്ചി, കുഞ്ഞെ നീ പോവല്ലേ. എൻ്റെ ചർച്ചിലെ ഒരു കുഞ്ഞ് ഡ്യൂക്ക് എടുത്തുകൊണ്ട് പോയപ്പോൾ അവൻ്റെ അമ്മ കാലെ പിടിച്ചു, എടാ നീ പ്രിൻസിപ്പാളിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് പോവും. അവൻ അതിന് പോലും നേരം കിട്ടിയില്ല. കൂട്ടുകാർ വിളിച്ചു പോയി. ഒറ്റ ഇടിക്ക് എത്ര ഓപ്പറേഷൻ കഴിഞ്ഞ് 10-15 ലക്ഷം രൂപ കഴിഞ്ഞ് ഇപ്പം കഷ്ടിച്ചിറങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഒളിപ്പിക്കും. കാരണം ഈ കളയാൻ നമുക്ക് ഒത്തിരിയില്ല. നമുക്ക് തമ്പുരാൻ കളയാൻ ഒന്നും തന്നിട്ടില്ല. 2-1 ഞങ്ങൾ പിടിച്ചു മേടിക്കും. എല്ലാവരും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒരൊറ്റ കുഞ്ഞിന് ഒരു രോമത്തിന് പോലും, നിങ്ങളുടെ രോമത്തിന് പോലും കേടുവരത്തില്ലെന്ന് ഇന്നലെ ഇവിടെ പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൽ പറഞ്ഞ, രാവിലത്തെ ദൈവദാസൻ പറഞ്ഞ അതേ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ ഒരു രോമത്തിന് പോലും കേടുവരാതെ ഇവരെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്നാൽ സവിശേഷമായ ജ്ഞാനബുദ്ധിയോടെയും കൃപയോടെയും ഓടിക്കാനുള്ള കൃപ ഇവർക്ക് കൊടുത്താട്ട്, ഇവർ 17കാർ, ഇവർ കർത്താവ് അപക്വതയുള്ളവർ, ഇവരുടെ സ്പീഡ് അവരെ ത്രില്ല് ചെയ്യുന്നവരാ. പക്ഷേ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾ സൂക്ഷിക്കപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ മാത്രമല്ല, വരാതെ ലൈവിലിരിക്കുന്ന ബഥേൽ ഏജ് ചർച്ചുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങൾ യേശുവിൻ്റെ രക്തത്തെ മറച്ച് മുദ്രയിൽ ഒളിപ്പിക്കുന്നു. അവിടെ വാഹനങ്ങളെ ഞങ്ങൾ ഒളിപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ മക്കളും ഇരിക്കിരിക്കിരിക്കിരിക്കിരിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞാണ്, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. ഒന്ന് പറഞ്ഞ്, സ്പീഡ് ത്രിൽസ് ബട്ട്. രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിളുണ്ട് വണ്ടി ഓടിക്കാൻ പുറത്തോണം. ഡോണ്ട് ടേക്ക് റിസ്ക് ഇൻ ഡ്രൈവിംഗ് ഓർ റൈഡിങ്. നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? ഓവർടേക്ക് ചെയ്യരുത്. ഡോണ്ട് ടേക്ക് റിസ്ക് ഇൻ റൈഡിങ് ഓർ ഡ്രൈവ്. പറഞ്ഞേ, ഡോണ്ട് ടേക്ക്. അങ്ങനെ ഇങ്ങനെ കയറാൻ തോന്നി അങ്ങനെ കയറല്ലേ. കാരണം അവിടുന്ന് വരുന്നവനും തോന്നും ഇങ്ങനെ കയറാം. അവൻ തോന്നും നീ ചവിട്ടും, ഇവനോർക്കും നീ ചവിട്ടുമെന്ന്. രണ്ടുപേരും എന്ത് ചെയ്യത്തില്ല? ചവിട്ടത്തിൽ. അതുകൊണ്ട് ഡോണ്ട് ടേക്ക് റിസ്ക് ഇൻ ഡ്രൈവിങ്. മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിളുണ്ട് മക്കളെ, മറക്കരുത്. ലേറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ. 1 മിനിറ്റ് താമസിച്ചാലും ലേറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇരുന്നു. അപ്പം മറക്കരുത്, ആൺകുഞ്ഞുങ്ങളെ കൊല്ലണം, പെൺകുട്ടികളെ വേണം. സ്ട്രാറ്റജി 17കാരെ 18കാരെ ഞങ്ങൾ ഒളിപ്പിക്കുന്നു. 12കാർക്കൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകാം. 12ൻ്റെ സമയത്താണ് തെറ്റിദ്ധികളിലേക്കൊക്കെ പോകുക. പക്ഷേ ഈ സമയത്ത് യേശു വരും, പറയും തലീഥ കുമി, ബാലെ എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മുടെ ഒരു ദൗത്യം. മോശയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു, പറയുന്നു. അവർ ആ കുഞ്ഞിനെ എന്ത് ചെയ്ത് വെച്ചു? ഒളിപ്പിച്ച് വെച്ചു. അതുകൊണ്ടോ മോശ താൻ വളർന്നപ്പോൾ നോ എന്ന് പറയേണ്ടിടത്ത് എന്തു പറഞ്ഞു? നോ. ചെറിയ സാധ്യതയല്ല, വലിയൊരു സാധ്യത. കുഞ്ഞെ മോശയുടെ മുമ്പിൽ വന്നത് ബർവോ ആകാനുള്ള സാധ്യത. ഈസി ആയിരുന്നു മോശയ്ക്ക് നോ പറയാൻ. ഞാൻ മോശയെ ഇൻ്റർവ്യൂ ചെയ്തു. മോശയെ നിനക്ക് എങ്ങനെ നോ എന്ന് പറയാനൊത്തു? എനിക്കാണ് പാടാ അത്രയും വലിയ സാധ്യതയോടെ നോ പറയാം. മോശ നീ എങ്ങനെ പറഞ്ഞു? മോശ എന്നെ നോക്കി ഒരു ചെറിയ പിരിയോട് പറഞ്ഞു ഒന്നും അല്ലെന്നേ, അമ്മ അങ്ങ് പറയിപ്പിച്ച. എന്ത് ചെയ്യണം എന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയി. ഒറ്റ കാര്യം, അമ്മ പിന്നിലുണ്ടായിരുന്നത് കൊണ്ടാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഈ യാത്രയിൽ, നിങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ ഒളിപ്പിക്കും. നിങ്ങളെ ഒളിപ്പിക്കുമ്പോൾ സാത്താൻ നിങ്ങളോട് പറയും കറങ്ങിക്കോ. അപ്പോൾ ഈ നമ്മുടെ ഈ ചെറിയ മക്കളോടൊക്കെ ശ്രദ്ധിക്കണം. എൻ്റെ പൊന്നോമന മക്കളല്ലേ, എൻ്റെ ചക്കരമുത്തുകളല്ലേ. എനിക്കും ഉണ്ട് 4 എണ്ണം. നമ്മൾ ഇവരോടൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഈ പട്ട ഇങ്ങനെ പൊങ്ങിപ്പോത്തില്ലേ?
ആ പൊങ്ങി പോകുമ്പോൾ പട്ടത്തിനൊരു ചെറിയ ചിന്ത, പട്ടം ഇങ്ങനെ പൊങ്ങി 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 പൊങ്ങിപ്പോവുക. ബീച്ചിലൊക്കെ ചിലപ്പോൾ പട്ടം പറപ്പിക്കത്തില്ലേ, പട്ടം പൊങ്ങിപ്പോയപ്പോൾ പട്ടത്തിന് ഈ നൂലിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ അങ്ങ് പോയേനെ. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അറബിക്കടലിൻ്റെ അക്കരെ പോയേനെ. അറബിക്കടലിൻ്റെ അക്കരെ പോയി ഗൾഫ് രാജ്യങ്ങളിൽ കൂടെ ദുബായ് ഫെസ്റ്റിവലിൽ ഞാൻ കറങ്ങിയേനെ. പക്ഷേ എന്താ ചെയ്യാനാ, ആരോ ഒരാളിങ്ങനെ നൂലേൽ എന്ത് ചെയ്തേക്കുക, പിടിച്ചേക്കുക. അങ്ങനെ പട്ടം ഇങ്ങനെ ചിന്തിച്ചപ്പം പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. ഈ നൂലങ്ങ് പൊട്ടിപ്പോയി. നൂല് പൊട്ടിപ്പോയപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പട്ടം എവിടെ കിടപ്പുണ്ട്, താണ്ട് മണ്ണിൽ കിടപ്പുണ്ട്. നിങ്ങളെന്ന പട്ടം പൊങ്ങണമെങ്കിൽ ഈ അമ്മയും അപ്പനും താണ്ട് ഇങ്ങനെ പിടിക്കണം. അവർ പിടിക്കുന്നുണ്ടാ നിങ്ങൾ പൊങ്ങിപ്പോകുന്നത്. എന്നീ നൂല് പൊട്ടുന്നോ അന്ന് നാളെ നീ ഉച്ചയും കുത്തി മണ്ണിൽ കിടക്കും. മണ്ണിൽ കിടക്കാതിരിക്കുന്ന ഒറ്റ കാര്യം നീ കാണത്തില്ല ഈ നൂല്. പക്ഷേ ഈ നൂലിൻ്റെ അറ്റത്തിൽ നിൻ്റെ അമ്മയുടെ കരച്ചിലുണ്ട്, നിൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയുണ്ട്, നിൻ്റെ ദൈവദാസൻ്റെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് പൊങ്ങുന്നത്. ഇവിടുത്തെ പാട്ടെന്താ, ഇവിടുത്തെ പിള്ളേരെ വിടുത്തിരുത്തി പാട്ടെന്താ, ഉയരും ഉയരും ഉയരും. പട്ടം ഉയരണമെങ്കിൽ താഴത്തെ നൂല് പൊട്ടാതിരിക്കണം. ആ പൊട്ടാതിരിക്കുന്നിടത്തോളം കാലമേ ഉയർന്നുയർന്ന് പോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും പേരൻസ് ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല. ജനറേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടാകും. അവരൊരു പക്ഷേ കുറച്ചുകൂടെ പ്രായത്തിൻ്റെ പക്വത ഇന്നുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നത്. കാരണം അവർ കുറേ ലോകം കണ്ടതാണ്, അവർ പല അപകടങ്ങൾ കണ്ടതാണ്, അവർ കുറച്ചുകൂടെ മെച്യൂരായിട്ട് ഇന്ന് മറ്റൊരു ആംഗിളിൽ ചിന്തിക്കുന്നവരാണ്, ഇമോഷണലായിട്ടല്ല റാഷണലായിട്ട് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്നെ പ്രിയപ്പെട്ട മക്കളെ, പട്ടം പൊട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് ബൈക്ക് ഓടിക്കുന്ന ആളാണ്, ജീപ്പ് ഓടിക്കുന്ന ആളാണ്. ഇടക്കാര്യങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് പോകുന്നൊരു സമയങ്ങളിലൊക്കെ രാത്രി 1 മണി 2 മണിക്കൊക്കെയാണ് വരുന്നത്. ഞങ്ങളുടെ വീട് പാസ്റ്റങ്ങളെല്ലാം അറിയാം, ഒരു വളവിനാണ്. ഈ വളവിന് വീടിരുന്ന ഒരു കുഴപ്പമുണ്ട്, എല്ലാ വണ്ടിയും വീട്ടിലോട്ട് വരുന്ന പോലെ തോന്നും. നിങ്ങൾക്കറിയത്തില്ലേ, വളവിന് വീണ്ടിയിരുന്ന എല്ലാ വണ്ടിയും ഇങ്ങോട്ട് കയറി വരുന്ന പോലെ തോന്നും. അങ്ങനെ ഒരു വീടിൻ്റെ വളവിലായിരിക്കുന്നേ. എൻ്റെ കയ്യിൽ അന്നൊരു മഹേന്ദ്രയുടെ ജീപ്പ്, ഒരു TVS മാക്സ് 100 ഉണ്ട്, ഒരു ബൈക്കും. എത്ര 1 മണി 2 മണി ആയാലും ഞാൻ വരുമ്പോൾ എൻ്റെ വണ്ടിയുടെ ശബ്ദം ഒരു 100 മീറ്റർ നിന്ന് കേൾക്കുമ്പോൾ അമ്മ വന്ന് കതക് തുറക്കും. എൻ്റെ അമ്മ മെക്കാനിക്കൽ എൻജിനീയർ അല്ല, പക്ഷേ അമ്മയ്ക്ക് മോൻ്റെ ശബ്ദം അറിയാം. തുറന്നിരിക്കുന്ന ആരോ ഉള്ളപ്പോഴേ ഉള്ളൂ, അമ്മ വന്ന് തുറക്കും. പിന്നെ അപ്പൻ ഇതുപോലെ രാത്രി വരും. 1 മണി 2 മണി 3 മണി 4 മണി, മാക്സിമം 1 മണി 2 മണിയൊക്കെയാണ് മിക്കപ്പോഴും. തീരെ വയ്യാതായി ഏറ്റവും ഒടുവിൽ ഓക്സിജൻ സപ്പോർട്ടോടാണ് കുറേ നാൾ പോയത്. ഓക്സിജൻ വലിച്ചുകൊണ്ട് വന്ന് കസേരയുടെ അടുത്ത് വെക്കും, എന്നിട്ട് ആ കാൻവാസ് കസേരയിരിക്കും. ഒരു 12 മണിയാകുമ്പോൾ ഒരു വിളി, എവിടായി? പിന്നെ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ ഒരു വിളി. ജീപ്പിൻ്റെ വണ്ടി അകത്തോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ പതുക്കെ എഴുന്നേറ്റ് പോകും. ഈ എഴുന്നേറ്റ് പോകുമ്പോൾ കൈരിയെല്ലാം ഇങ്ങനെ ഊർന്നു പോകും, പുറകെ ഓക്സിജൻ വലിച്ചുകൊണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞ് എനിക്കൊരു കാര്യം പറയാൻ കഴിയും, പിന്നെ എവിടായെന്ന് ആരാ വിളിച്ചു ചോദിക്കുന്നേ? അങ്ങോട്ട് പോകുമ്പോൾ യോഗത്തിന് എല്ലാവരും വിളിക്കും, ചവിട്ടി വിട്ടോണം, സമയത്തെത്തണം. തിരിച്ചു പോകുമ്പോൾ ആരും വിളിക്കാറില്ല. കൺവെൻഷനൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവർ പറയും എങ്ങും നിർത്തരുത്, വിട്ടു വന്നോണം. തിരിച്ചു പോകുമ്പോൾ ആരാ വിളിക്കുക? പക്ഷെ 1 മണി 2 മണിക്ക് ഒരു വിളി, ചെല്ലുന്നിടം വരെ ഇങ്ങനെ നോക്കിയിരിക്കും. അതാരേ ഉള്ളൂ. ഈ പട്ടം പൊട്ടിപ്പോയാ പിന്നെ നിങ്ങളുടെ ഉയരാൻ പാടാ. നിങ്ങളിന്ന് പാട്ട് പാടിയതുള്ള ഉയരണമെങ്കിൽ ഈ പട്ടമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. 1 നിങ്ങളുടെ പേരൻസ്, 2 നിങ്ങളുടെ സഭ. ഈ പട്ടം പൊട്ടല്ലേ, ഈ ചരട് പൊട്ടല്ലേ. ഈ ചരട് പൊട്ടിയാൽ ഉയരത്തില്ല മക്കളെ, ഉയരത്തില്ല. ഞങ്ങളൊരു ശുശ്രൂഷയെന്ന് ചെയ്യുകയാണ്, നിങ്ങളെ എല്ലാം ഒളിപ്പിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും എഴുന്നേറ്റേ, എല്ലാ കുഞ്ഞുങ്ങളും എഴുന്നേറ്റേ, എല്ലാ കുഞ്ഞുങ്ങളും എഴുന്നേറ്റേ. ഇവരുടെ പേരൻസ് എല്ലാം എഴുന്നേറ്റേ. അപ്പൻ അമ്മ, ഈ മക്കളുടെ എല്ലാവരും അങ്ങോട്ട്. ഈ വിശാലമായ ഹോളാണ്, എവിടെയെങ്കിലുമൊക്കെ നിന്നോ, നിങ്ങൾ ഇറങ്ങി നിന്നോ. നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളെ ഒളിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെയും പട്ടം പൊട്ടത്തില്ല, ഒരു കുഞ്ഞും മരിക്കില്ല, ഒരു കുഞ്ഞും. നിങ്ങൾ നോന്ന് പറയും, അയ്യാ 22 യു ക്യാൻ ഓൾസോ ലീഡ്, എടുത്തോ. അവരുടെ